ഇനിയെങ്കിലും പ്രതികരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ന് 40ാമത്തെ ദിവസമായില്ലേ. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ ഓരോ ദിവസവും വിചാരിക്കും ഓരോ ദിവസം ചർച്ച നടക്കുന്നു. പിന്നെ അങ്ങനെയാണ് നിരാഹാരത്തിലെത്തിയത്. ഇപ്പം ഇന്ന് 2ാം ദിവസമായി. ഇനിയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇനിയും ചർച്ച ചെയ്ത് ഞങ്ങളെ കാര്യങ്ങൾ നിറവേറ്റാമല്ലോ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല കിടക്കുന്നത്. നമ്മൾ എത്ര വേണമെങ്കിലും കിടക്കും. ഇന്ന് 40 ദിവസം ഇവിടെ ആയില്ലേ. പിന്നെ അത് എപ്പോഴാണ് ഞങ്ങളെ ഈ അവകാശം ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് അതുവരെ കിടക്കും. തീർച്ചയായും നിരാഹാരമിരിക്കുന്ന ഒരു ആശാപ്രവർത്തകയാണ് നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരിക്കൽ കൂടി വീണ്ടും ഒന്നുകൂടി ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം ആ കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. ഒരു ചർച്ച പരാജയപ്പെട്ടു എന്നതുകൊണ്ട് അത് അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല, വീണ്ടും ചർച്ചകൾക്ക് വേണ്ടി മുന്നോട്ട് വരാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം പ്രതിപക്ഷത്തു നിന്നും ഉയരുന്നുണ്ട്. LDF-നുള്ളിലും ആ തരത്തിലൊരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ ഈ വിഷയം ചർച്ചയായി എന്നതടക്കമുള്ള സൂചനകൾ വന്നിരുന്നു. നമുക്കപ്പോൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് VK സദാനന്ദൻ ചേട്ടൻ കൂടി ചേരുന്നു. സദാനന്ദൻ ചേട്ടാ, ഇന്നലത്തെ ഡൽഹി യാത്ര തീർത്തും പരാജയമായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ. എന്നാൽ അതിലൊരു വിശദീകരണവും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? നൽകിയിട്ടുണ്ടോ എന്നിപ്പോൾ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്രമന്ത്രിയെ കാണും എന്നാണ് മന്ത്രി പറയുന്നത്. ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡൽഹിക്ക് പോകുന്നതെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല, തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയും അവർ ശ്രമിക്കട്ടെ. തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. ചെയ്യാവുന്നതെല്ലാം ഇവിടെ ചെയ്യുന്നല്ലേ. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വന്നതാണല്ലോ അത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊന്നും അവർക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പ്രധാനപ്പെട്ട 3 ഡിമാൻഡുകൾ, വളരെ പ്രഖ്യാപിതമായ 3 ആവശ്യങ്ങളാണ്. ഈ 3 ആവശ്യങ്ങൾക്കും അവർക്ക് ഇപ്പോഴൊന്നും ചെയ്യാനില്ല, സാമ്പത്തിക പ്രയാസമാണ് സർക്കാരിന്. ഇതാണ് അവർ പറഞ്ഞ മറുപടി. പിന്നെ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. തീർച്ചയായിട്ടും അതും പ്രഖ്യാപിതമാണ്. വളരെ മിനിമമായ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ 233 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കുന്ന അത് കൂട്ടിത്തരണം. അത് നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന 700 രൂപ, അതാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതിലൊരു അപാകതയുമില്ല, അതിശയോക്തിപരമല്ല, അത് അധാർമികമായ ഒരു കാര്യമല്ല. ഈ ലോകം മുഴുവൻ അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുക. ഇത് കൊടുക്കണം അവർക്ക്. കാരണം കേരളം പോലുള്ളൊരു സ്ഥലത്ത്, ഇത്രയധികം ജീവിത നിലവാരം ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഇത്രയധികം പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും കഥകളുള്ളൊരു സ്ഥലത്ത്, അങ്ങനെ പിടിച്ച് വാങ്ങിയിരിക്കുന്ന തൊഴിലാളി പ്രക്ഷോഭങ്ങൾ നടത്തിയിരിക്കുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഇത് അനുവദിച്ചു കൊടുക്കാൻ ഈ മിനിമം 26,000 ആശാമാരുടെ കടുത്ത ജീവിത ദുരിതത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടാവേണ്ട ഒരു പ്രതികരണമാണ്, മിനിമം പ്രതികരണം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അത് നടത്തുക എന്നുള്ളതാണ് അവരുടെ കടമ. തീർച്ചയായും സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന പ്രതിദിനം 700 രൂപ എന്ന കൂലി ഏറ്റവും മിനിമം ഉറപ്പാണ് എന്നാണ് VK സദാനന്ദൻ പറയുന്നത്. അത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, LDF-ന്റെ പ്രകടന പത്രികയിലെ തന്നെ ഒരു വാഗ്ദാനമായിരുന്നു പ്രതിദിനം 700 രൂപ കൂലി എന്നുള്ളത്. ഈ സമരപന്തലിൽ അത് ഒരു വലിയ ഫ്ലെക്സ് ബോർഡായി അടിച്ചു വെച്ചിട്ടുണ്ട്. 2021 LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. അംഗൻവാടി ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, തൊഴിലാളികൾ എന്നിവർക്ക് എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. 45-ാം ഖണ്ഡിക എന്ന 2021 LDF പ്രകടന പത്രികയിലെ ആ ഭാഗം പ്രത്യേകമായി തന്നെ എടുത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതായാലും തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു കിട്ടുന്നതുവരെ സമരം തുടരുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് ആശാപ്രവർത്തകരുള്ളത്. 3 പേർ ഇപ്പോൾ നിരാഹാര സമരം തുടരുകയാണ്. അതേസമയം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. അക്ഷയ.